ഹായ് മക്കളെ. സോ അങ്ങനെ നമ്മൾ കാത്തിരുന്ന കേരള MBBS-നെയും BDS-നെയും സെക്കൻഡ് പ്രൊവിഷണൽ അലോട്ട്മെന്റ് വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കിപ്പോൾ നിലവിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ടുള്ള കാര്യം സാധിക്കും. എന്തായാലും സെക്കൻഡ് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞ് ഇന്നോ നാളെയോ ആയിട്ട് വരും. അതിനുശേഷം മാത്രമേ നമുക്ക് പോയിട്ട് കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പൊ ഇപ്പോൾ അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്, സെക്കൻഡ് അലോട്ട്മെന്റ്. ഇന്ന് 2 മണി വരെയാണ്. ഈ അലോട്ട്മെന്റിന്മേൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാനുള്ള സമയം. ചെക്ക് നിങ്ങൾക്ക് അറിയാം, കീം 2025 കയറുക, അവിടെ കാൻഡിഡേറ്റ് പോർട്ടൽ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക, അതിൽ അലോട്ട്മെന്റ് ലിസ്റ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചോ ഇല്ലയോ എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. സോ നമുക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് അനാലിസിസ് നടത്താം. ആദ്യം നമ്മൾ ഗവൺമെന്റ് MBBS ആണ് നോക്കുന്നത്. ഗവൺമെന്റ് MBBS-ന് ഓപ്പൺ കാറ്റഗറിയിൽ ആദ്യ അലോട്ട്മെന്റിൽ 676 റാങ്കിനാണ് കിട്ടിയതെങ്കിൽ ഇത്തവണ 861 വരെ സെക്കൻഡ് ഫേസിൽ കിട്ടിയിട്ടുണ്ട്. ഈഴവയ്ക്ക് 1642 ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്നതെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ 1799 വരെ. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു 200 റാങ്ക് അത്രയൊക്കെ മുന്നോട്ട് പോകത്തുള്ളൂ എന്ന്. യെസ്. മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ 904 ആണ് ആദ്യ അലോട്ട്മെന്റിൽ ലഭിച്ചത്. ഇപ്പോൾ 1134 വരെ ഗവൺമെന്റ് MBBS ലഭിച്ചിട്ടുണ്ട്. LA 3367 ആയിരുന്നു ആദ്യ അലോട്ട്മെന്റ്. ഇപ്പൊ 3680 വരെ സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ചു. ധീവര കാറ്റഗറിയാണ്. കഴിഞ്ഞ തവണ 6514 ആണ്. ഇപ്പൊ സെക്കൻഡ് പ്രൊവിഷണൽ വന്നപ്പോൾ 8062 വരെ അലോട്ട്മെന്റ് ലഭിച്ചു. VK വിശ്വകർമ്മ 2556 വരെയാണ് കിട്ടിയത്. ഇപ്പോൾ അത് 3119 വരെ ആയിട്ടുണ്ട്. BH ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയാണ്. ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിക്ക് 1892 വരെയായിരുന്നു. ഇപ്പൊ 2748 വരെ കിട്ടിയിട്ടുണ്ട്. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കാറ്റഗറി ആണെങ്കിൽ 2674 2849 റാങ്ക് വരെ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഗവൺമെന്റ് MBBS കിട്ടി. KN കാറ്റഗറി 9585 ആണ്. ഒരു 300 റാങ്ക്, 300 തികച്ചില്ല, ഒരു 200 സംതിങ് റാങ്ക് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. 9811 ആണ് കിട്ടിയിരിക്കുന്നത്. KU 19105 24407 വരെ ഇത്തവണ കിട്ടിയിട്ടുണ്ട്. SC ആദ്യ അലോട്ട്മെന്റിൽ 14458 കിട്ടിയത്. ഇത്തവണ 15228 വരെ കിട്ടിയിട്ടുണ്ട്. ST 24188 വരെയാണ് കിട്ടിയത്. ഇത്തവണ 25421 വരെ കിട്ടിയിട്ടുണ്ട്. EW 2839 വരെയാണ് 3258 വരെ ആദ്യ ഇപ്പൊ വന്നിരിക്കുന്ന സെക്കൻഡ് പ്രൊവിഷണൽ അലോട്ട്മെന്റിൽ ഗവൺമെന്റ് MBBS സീറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് കോളേജുകൾ ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് BDS-ഉം അതേപോലെ MBBS-ന്റെ സെൽഫ് ഫിനാൻസിങ്ങും കാണേണ്ടതാണ്. യെസ്. അപ്പൊ MBBS-ന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാലിക്കറ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. കാലിക്കറ്റ് ഓപ്പൺ കാറ്റഗറി കാലിക്കറ്റിൽ 234 വരെയാണ് സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നത്. കൊല്ലത്ത് 852, കണ്ണൂർ 861, കോട്ടയം 593, മഞ്ചേരി 830, തൃശ്ശൂർ 553, തിരുവനന്തപുരം 370. അതേപോലെ തന്നെ ആലപ്പുഴയിൽ 787 റാങ്കിന് വരെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്. അതേപോലെ നമ്മൾ ഈഴവ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇതേ റാങ്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. 996 ഉണ്ട്, 1086 ഉണ്ട്. എറണാകുളത്ത് 1086 കിട്ടിയത്. 1721 ഇടുക്കി, 1276 കൊല്ലം, 1739 കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ കാസർഗോഡും അതേപോലെ തന്നെ ഇവിടെ വയനാടും ഒക്കെ വന്നിട്ടുണ്ട് പുതുതായിട്ട്, നിങ്ങൾക്ക് അറിയാം. യെസ് മക്കളെ. അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് വയനാട്ടെ കാര്യം ഒന്ന് നോക്കാം. വയനാട് നോക്കുകയാണെങ്കിൽ ഇഴവ കാറ്റഗറി 1799 വരെ ലഭിച്ചു. മുസ്ലിം 1108, അതേപോലെ LA കാറ്റഗറി 3457, DV കാറ്റഗറി 8062 വരെയൊക്കെ ഗവൺമെന്റ് MBBS സീറ്റ് ഓരോ കോളേജിലും ലഭിച്ചിട്ടുണ്ട്. നമ്മൾ SC കാറ്റഗറി നോക്കുകയാണെങ്കിൽ 15228 ലഭിച്ചിട്ടുണ്ട്. 10085 പാലക്കാട് ലഭിച്ചിട്ടുണ്ട്. 10661 കൊല്ലത്ത് ലഭിച്ചിട്ടുണ്ട്. KN കാറ്റഗറി നോക്കുകയാണെങ്കിൽ 8088 മഞ്ചേരിയിൽ ലഭിച്ചിട്ടുണ്ട്. 7817 ആലപ്പുഴയിൽ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് സൈറ്റിൽ അവൈലബിൾ ആണ്. യെസ്. ഇനി നമുക്ക് സെൽഫ് ഫിനാൻസിങ് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാം, സെൽഫ് ഫിനാൻസിംഗിൽ സീറ്റുകൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ആ പുതിയ സീറ്റുകളിലേക്ക് നമുക്ക് ഇനി വരുന്ന അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ഓഫ് നോക്കാം, ക്ലോസിംഗ് റാങ്ക് നോക്കാം. ഓപ്പൺ കാറ്റഗറി 10108 വരെ MBBS സെൽഫ് ഫിനാൻസിംഗ് സെക്ടറിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ ലഭിച്ചു. ഇഴവ 10277, മുസ്ലിം 11858, LA 12896, DV 10451, VK 12231, BH 10288, BX 11707, KN 14509, KU 26025,
SC 17,872, ST 29,388, EW 18,733 സെക്കൻഡ് അലോട്ട്മെന്റിന്റെ സെൽഫ് ഫിനാൻസിങ് സെക്ടറിന്റെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. BDS കൂടി നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. BDS ആർക്കൊക്കെയാണ് ഗവൺമെന്റ് സീറ്റ് സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ചത്? BDS ഓപ്പൺ കാറ്റഗറി 3,648 വരെ കിട്ടി. ആലപ്പുഴയിലാണ് കേട്ടോ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. അതേപോലെ ഈഴവ 4,999 വരെ ലഭിച്ചു. കണ്ണൂരാണ് ഈഴവ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് ഇത്തവണ വന്നിരിക്കുന്നത്. മുസ്ലിം കാറ്റഗറി ആലപ്പുഴ തന്നെയാണ് ക്ലോസിംഗ് റാങ്ക് 3,914, ഏകദേശം 4,000 റാങ്കിനോട് ക്ലോസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. LA 9,527, DV 11,757, VK 4,034, BH 8,971, BX 6,220, KN 15,404, KU 26,530, SC 18,804, ST 32,482, EW 7,098, 7,028 ഒരു ഗവൺമെന്റ് BDS സീറ്റ് സെക്കൻഡ് അലോട്ട്മെന്റിലൂടെ ലഭിച്ചു. ഇനി നമുക്ക് അതിന്റെ BDSന്റെ സെൽഫ് ഫിനാൻസിംഗിന്റെ ക്ലോസിംഗ് റാങ്കും കൂടി നോക്കാം. ഓപ്പൺ കാറ്റഗറി ക്ലോസിംഗ് റാങ്ക് ഇത്തവണ വന്നിരിക്കുന്നത് 29,548. അതായത് ഒരു തേർഡ് അലോട്ട്മെന്റ് പോകുമ്പോൾ അത് 30,000 ക്ലോസ് ആവാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. ഈഴവ കാറ്റഗറി ആണെങ്കിൽ 36,234, മുസ്ലിം 32,820, LA 33,979, DV 29,598, VK 33,435, ബാക്ക്വേർഡ് ഹിന്ദു 29,809, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 29,815, KN 32,879, KU 40,633, SC 30,009, ST 44,704, EW 42,370 സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ പ്രൊവിഷണൽ അല്ലെന്നൊന്നും കരുതി ടെൻഷൻ വേണ്ട, ഇത് തന്നെയാണ് മെയിൻ അലോട്ട്മെന്റ്. പക്ഷെ അഡ്മിഷൻ എടുക്കണമെങ്കിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ ആയിട്ട് കീമിന്റെ സിഇയുടെ വെബ്സൈറ്റിൽ വരണം, നമ്മുടെ എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിൽ വരണം. ഇനി നമുക്ക് വരാനുള്ളത് തേർഡ് അലോട്ട്മെന്റ് ആണ്. അതിന്റെ സാധ്യതകളും ആ റൗണ്ടിന്റെ പ്രത്യേകതകളും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ എല്ലാവരും നിങ്ങളുടെ അലോട്ട്മെന്റ് ഒക്കെ ചെക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുക. ബൈ.